എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗൈനക്കോളജിയാണ് മെയിനായിട്ട്. അപ്പം ഗൈനക്കോളജിയിൽ WHO തന്നെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആദ്യം സർജറി നോക്കാം. മോർ ദാൻ 85% ഗൈനക്കോളജിക്കൽ സർജറീസ് ആർ അൺവാണ്ടഡ്. അതായത് 85% കൂടുതലും ഈ ഗൈനക്കോളജി സർജറി ആവശ്യമില്ല. നമുക്ക് നേരെ തന്നെ എന്താണ് കുഴപ്പമെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല. ഇപ്പം ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ ആദ്യം ഗർഭം ധരിക്കുമ്പോൾ തൊട്ട് അവർ രോഗിയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഇന്നതന്നെ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ 2 മാസമായി 3 മാസമായി, ഇനിയിപ്പം കംപ്ലീറ്റ് റെസ്റ്റ് വേണം, ജോലിയൊന്നും ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ചെയ്യും. ജോലി ചെയ്യുന്നവരുമുണ്ട്. അത് ചില ഡോക്ടേഴ്സിൻ്റെ ഡിപ്പെൻസ്, അവർ അഡ്വൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ഇതുപോലെ എല്ലാ മാസവും ഗൈനക്കോളജിസ്റ്റിനെ കാണണം. പിന്നെ ഈ 3 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ സ്കാൻ ചെയ്യണം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. അതായത് കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു, കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെ, ഇതെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട്. അങ്ങനെ കൂടെ ഇതെല്ലാം നോക്കണം. ഇത് ഏതായാലും സ്കാൻ ചെയ്യുന്ന മോശമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്നിരുന്നാലും ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, ഇതിന് തന്നെ നമുക്ക് വേണ്ടത് ഒരു ഗർഭം ഒരു സ്ത്രീ കഴിച്ചു കഴിഞ്ഞാൽ 10 ലൂണാർ മന്ത്സ്. 10 ലൂണാർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ലൂണാർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം, ഒരു ചന്ദ്രമാസം. അപ്പോൾ അങ്ങനെ 10 ലൂണാർ മന്ത്സ് എന്ന് പറഞ്ഞാൽ 280 ദിവസം. അപ്പോൾ ഇത് കണക്ക് കൂട്ടാനൊക്കെ നമുക്ക് വഴികളുണ്ട്. എത്രയൊക്കെ കണക്ക് കൂട്ടിയാലും ഒരു 5 ദിവസം മുൻപോട്ടോ പുറകോട്ടോ വരും ഡെലിവറി. അപ്പം നോർമൽ ഡെലിവറിയാണ് പിന്നെ വരുന്നത്. നമ്മൾ മോണിറ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടിയുടെ പൊസിഷനൊക്കെ എങ്ങനെയുണ്ട് ഇല്ലെന്നുണ്ട്. ഇപ്പം ഈ കുട്ടിയുടെ പൊസിഷൻസിനാണ് ഏറ്റവും പ്രധാനം. അതിനാണ് സർജറി ആവശ്യമുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകാരും അഡ്വൈസ് ചെയ്യുന്നത് നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയനാണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മോർ ദാൻ 85% ഗൈനക്കോളജിക്കൽ സർജറീസ് ആർ അൺവാണ്ടഡ്. അതിൽ ഏറ്റവും കൂടുതൽ അൺവാണ്ടഡ് വരുന്നത് സിസേറിയൻ തന്നെയാണ്. ആക്ച്വലായിട്ട് ഈ നോർമൽ ഡെലിവറിയാണ് ഏറ്റവും നല്ലത് അമ്മയ്ക്കും കുഞ്ഞിനും. സിസേറിയൻ വേണ്ടെന്നുള്ളതല്ല. ഉദാഹരണം, ഈ മാൾ പൊസിഷൻസ്. ഇപ്പോൾ കുട്ടിയുടെ തലയാണ് വരേണ്ടത് ആദ്യം. തലയ്ക്ക് പകരം ഒരു കൈ വരുന്നു ആദ്യം, അല്ലെങ്കിൽ ഒരു കാല് വരുന്നു, അല്ലെങ്കിൽ ബ്രീച്ച് പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്ക് പുറകുവശം, കുഞ്ഞിൻ്റെ പുറകുവശം വന്നു. അപ്പോൾ ഇതുപോലുള്ളതിനെല്ലാം നമുക്ക് സർജറി ആവശ്യമാണ്. അതായത് കുഞ്ഞിനെയോ അമ്മയെ രക്ഷിക്കണമെങ്കിൽ സർജറി വേണം. പിന്നെ ഇവിടെ നമുക്ക് ഈ എല്ലിങ്ങനെ പ്രസവം വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഓസ് ഇത് മാറിക്കൊടുക്കണം. അതിന് പറഞ്ഞാൽ കൺട്രാക്റ്റഡ് പെൽവിസിന് സർജറി ആവശ്യമാണ്. അതായത് ഈ പെൽവിക് ബോണ് മാറിക്കൊടുക്കില്ല, വികസിക്കത്തില്ല. അപ്പോൾ നമുക്ക് സർജറി ഇത് സിസേറിയൻ ആവശ്യമാണ്. കാരണം എല്ല് മാറിയില്ലെങ്കിൽ കുഞ്ഞ് വരാനൊക്കില്ല. കുഞ്ഞിൻ്റെ തല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആയുസ്സിനും ആരോഗ്യത്തിനും പ്രധാനമാണ്. അപ്പോൾ ഇതുപോലൊരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർജറി വളരെ ചുരുക്കമായിട്ടേ വരുന്നുള്ളൂ. പിന്നെ വേറെ ഇത് ഗർഭത്തിനോട് അനുബന്ധിച്ച്, അതല്ലാതെ ഇപ്പോൾ ഗർഭപാത്രത്തിൽ യൂട്രസോ വലിയ മുഴയോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ തന്നെ ചെയ്യണം. അതിന് ചെയ്തേ പറ്റൂ. സർജറിക്കെതിരെ സർജറി വേണം. അതായത് ഈ സിസേറിയൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഒഴിവാക്കാവുന്നത്, അതായത് ഈ ആവശ്യമില്ലാത്ത സിസേറിയൻ.
ഇപ്പം നമ്മുടെ സൊസൈറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന കൊച്ച് ഇന്ന ദിവസം ജനിക്കണം, ഇന്ന നാളിലായിരിക്കണം എന്നൊക്കെയാണ് അസ്ട്രോളജി അനുസരിച്ചിട്ട്. അസ്ട്രോളജി പറയുന്നത് എന്താണ്, ഈ ഇന്ന നാളിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. മറ്റേ അതേ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നാച്ചുറൽ ഡെലിവറിക്ക് സമയം കൊടുക്കില്ല. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ശതമാനവും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 3-4 കേസ് കഴിഞ്ഞ് കണ്ടീഷൻസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം സിസേറിയൻ. ഇപ്പോൾ ഉദാഹരണം, ഒരു നോർമൽ ഡെലിവറി ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നടത്തുകയാണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10,000, 20,000 അല്ലെങ്കിൽ 25,000 രൂപ നിൽക്കും. അപ്പോൾ ഒരു സിസേറിയൻ വേണമെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി 10 ഇരട്ടിയാക്കും. അത് ഡിപ്പെൻസ് ഓൺ ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇത് നമുക്ക് ഒരു 100% വരെ ഒഴിവാക്കാൻ സാധിക്കും. ഇത് ഈ സമയമെല്ലാം നോക്കിയെടുക്കുന്ന സിസേറിയൻ. അപ്പോൾ അതിന് ഒരു പ്രത്യേകത, ഏറ്റവും വലിയൊരു ദ്രോഹം എന്ന് പറയുന്നത്, ഈ സിസേറിയൻ ചെയ്യുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്ക് അനസ്തേഷ്യ കൊടുക്കണം. അപ്പോൾ നേരത്തെ പണ്ടൊക്കെ നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് ഇപ്പം ലോക്കൽ അനസ്തേഷ്യ മതി. ലോക്കൽ അനസ്തേഷ്യ ആണെങ്കിൽ തന്നെയും അമ്മ സെമി കോൺഷ്യസ് ആവും, അപ്പോൾ കുഞ്ഞ് കംപ്ലീറ്റ് കോൺഷ്യസ് ആവും. അപ്പോൾ കുഞ്ഞ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലി ഡെത്ത് എന്ന് തന്നെ പറയാം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അത് ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ പ്രസവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കരയും. നമ്മുടെ കുട്ടികൾ കരയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതായത് അവർ പ്രസവിച്ച് കുഞ്ഞ് വെളിയിൽ വരുന്നത് വരെ, അത് അമ്മയുടെ പൊക്കിൾ കൊടി മുറിക്കുന്നത് വരെയും അമ്മയും കുഞ്ഞും ഒന്നായിരുന്നു. അമ്മയ്ക്ക് കിട്ടുന്ന എല്ലാ കുഞ്ഞിനും വരും. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഓക്സിജൻ വരും. ഇത് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് ആദ്യമായിട്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് വായു എടുക്കുന്നത്, പ്രാണവായു എടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഈ കൊച്ചു ലങ്സിൻ്റെ ഈ കുഴലുകൾ പൊട്ടുമ്പോഴത്തേക്ക് കുഞ്ഞിന് വേദന എടുക്കും. അതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. അതേസമയം സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് കരയത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു മുളക്കമൊക്കെ വരുള്ളൂ ചില കുട്ടികൾ. അപ്പോൾ ഒരു മെഡിക്കലി ഡെത്തായിട്ടാണ്. അത് കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം ഹൈപ്പർ ആക്റ്റീവ്, ഒന്നിനൊരു സമാധാനമില്ല, പിന്നെ ഇഡിയോസി ഉണ്ടാവാം. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് എല്ലാം ശരിയായിരുന്നവർ സമ്മതിക്കത്തില്ല. എന്നിടത്താൽ തന്നെയും ഞാനീ പറയുന്നത് എൻ്റെ റിയാലിറ്റിയാണ്. അപ്പം ഇത് ഒരു ഡോക്ടേഴ്സിൻ്റെ ചുമതലയാണ് അറിയാൻ വയ്യാത്ത പേരൻസിനെ കൊണ്ട് പറഞ്ഞു എടുക്കുന്നത്. കാരണം ഈ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു സോക്കേടല്ല, ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെ അമേരിക്കൻ ഗൈനക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത് അവർ ഇതിനൊന്നും തയ്യാറല്ല. മാക്സിമം ഡെലിവറി നടക്കട്ടെ എന്നാണ് പറയുന്നത്. ഏത് നാച്ചുറൽ ഡെലിവറി നടക്കട്ടെ. അവർ സിസേറിയൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇൻഷുറൻസ് ഇതൊന്നും കവർ ചെയ്യത്തില്ല. കാരണം ഇതൊരു സോക്കേടല്ലല്ലോ. അപ്പോൾ അവർ ഇതിനായിട്ടുള്ള ഒന്നും പോകത്തുമില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഞങ്ങൾ നേരെ തിരിച്ചാണ്. ഈ കുഞ്ഞ് സർജറി ചെയ്യണം, അതുപോലെ ഹോസ്പിറ്റലിൽ നല്ല ബില്ലൊക്കെ വരണം. അതൊരു സൈക്കോളജിക്കൽ ഇതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ഈ ആദിവാസികളുടെ അടുത്ത് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും വരുന്നില്ല. അവർ വരും, ജോലി ചെയ്യും, അടുത്ത നിമിഷം അവർ പോയി പ്രസവിക്കും. അതിപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്രയും, ബാക്കിയുള്ളിടത്തൊന്നും ഇത്രയും പ്രോബ്ലംസ് ഇല്ല. അവർക്ക് നാച്ചുറൽ ഡെലിവറി തന്നെ നടക്കുന്നത്. എന്ന് വിചാരിച്ച് അവിടെ ഇതൊന്നും കെയർ ഇല്ലാത്തതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതായത് ഹാർട്ടിൻ്റെ ബ്ലോക്ക്. ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻഡ് ബൈപ്പാസ് സർജറി. ഇത്രയും ഒഴിവാക്കാനുള്ള മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം. അതുമാത്രമല്ല, ആരോഗ്യത്തോടുകൂടി ഇരിക്കാം, നോർമലായിട്ടുള്ള ജോലിയും ചെയ്യാം. ഉദാഹരണം നമുക്ക് ആൻജിയോഗ്രാം തന്നെ എടുക്കാം. ഇപ്പോൾ ഈ ഹാർട്ടിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ഇപ്പം സാധാരണ ഹോസ്പിറ്റലുകളെല്ലാം ചെയ്യുന്നത് എന്താണ്? ആൻജിയോഗ്രാമാണ്. ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ഡൈ ആണ് കടത്തി വരുന്നത്. അപ്പോൾ ഈ ഡൈ ഈ കോൺട്രാ ഇൻഡിക്കേഷനുണ്ട്. കൊടുക്കാൻ പാടില്ലാത്ത പേഷ്യൻ, ഒന്ന് കിഡ്നി പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല, പിന്നെ ബ്രെയിൻ ഡിസീസ് ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അതവർ അറിയാം, അവരൊക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ.
അപ്പോൾ ഈ ഡൈക്ക് അറിയത്തില്ല എവിടെയൊക്കെ പോകണമെന്നുള്ളത്. ചില പേഷ്യൻസ്, നമ്മൾ കിഡ്നി പേഷ്യൻറ്റിന് ഈ ഡൈ പോയി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നല്ല ബ്ലോക്ക് ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയറും ഉണ്ടാകും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട്, ഇതൊന്നും ഡേഞ്ചർ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ സമ്മതപത്രം ഹോസ്പിറ്റലുകാർ വാങ്ങിച്ചിരിക്കും. അത് സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല, പിന്നെ ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സർജറി ചെയ്യുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പൈപ്പ് ഇത് കൊടുക്കുമ്പോൾ തന്നെ, അതായത് ആൻജിയോഗ്രാമിൻ്റെ പ്രോസസ്സ് തന്നെ പേഷ്യൻസ് മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ വളരെ സേഫായിട്ട് ചെയ്യുന്നത്, ഇതിന് പകരമായിട്ട് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സ്കാൻ എന്ന് പറയും. ഹാർട്ട് സ്കാനിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. അതിന് കുത്തിവയ്ക്കേണ്ട, സമ്മതപത്രം വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഈ ഇ സി ജിക്ക് എടുക്കുന്നത് പോലെ മെറ്റൽ റോഡുകൾ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ബൈപ്പാസ്, ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 10-20 ഫങ്ഷൻ നമുക്കറിയാൻ പറ്റും ഹാർട്ടിൻ്റെ. ഹാർട്ട് ബ്ലോക്ക് ഉണ്ടോ, വാൽവിൻ്റെ പ്രോബ്ലം അറിയാം, പമ്പിങ് അറിയാം, ഓക്സിജൻ ലെവൽ അറിയാം, അറ്റാക്ക് സാധ്യത വരെ അറിയാം. പക്ഷേ ഇതിനവർ ചാർജ് ചെയ്യുന്നത് 8,000 റുപ്പീസേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് പിന്നെ വരുന്നത് ഈ നാഗർകോവിൽ ഇരുദയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവരുടെ ഈ പിന്നെ പ്രോസസ്സ് കൊണ്ട് പേഷ്യൻസിന് നല്ല പ്രയോജനം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റും. അടുത്തത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നതും ആൻജിയോപ്ലാസ്റ്റി. WHO തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു 100% ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് അൺവാണ്ടഡ്. 90% ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്ന് പറയും. ഈ ലേസർ അകത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളെ അത് എവാപ്പറേറ്റ് ചെയ്ത് കളയും. അതായത് ഇറ്റ് ഈസ് അബ്സോർബിങ് ദ അബ്നോർമൽ സെൽസ് വിത്തൗട്ട് ഹാർമിങ് ദ നോർമൽ സെൽസ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗിവിങ് ദ എനർജറ്റിക് കണ്ടീഷൻ ടു നോർമൽ സെൽസ്. എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കുകളെല്ലാം അലിയിച്ച് കളയും. അതേസമയം ഈ രക്തക്കുഴലുകൾക്ക് പ്രതിരോധ ശക്തിയും അതിന് വയബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്യുന്നതിന് ഇപ്പോൾ എൻ്റെ സെൻറ്ററിൽ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലേസർ തെറാപ്പി എന്ന് പറയും. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിക്ക് 3 lakhs to 5 lakhs റുപ്പീസ് വരുന്ന സ്ഥാനത്ത് ഇതിൽ കൂടുതൽ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്കകത്ത് വരും. പിന്നെ ഇതൊക്കെയാണെങ്കിൽ തന്നെ എൻ്റെ പ്രമാദമായിട്ടുള്ള പേഷ്യൻസ്, നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാൻ്റെ മകൻ പത്മനാഭവർമ്മ, അദ്ദേഹത്തിന് ഇതുപോലെ ബൈപ്പാസ് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജായി. അപ്പോൾ അതുകൊണ്ട് ലേസർ തെറാപ്പി കൊടുത്തു. അതുപോലെ നമ്മുടെ ഫോമർ പ്രസിഡന്റ് KR നാരായണ സാറ്, അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറി രണ്ടാമത് ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹത്തിന് ഞാൻ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച് ഇതേ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല സുഖപ്പെട്ടു. ഇതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ, അമേരിക്കയിലായിരുന്നു, അദ്ദേഹത്തിനും ഇതേ പ്രോസസ് തന്നെ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.